ഏവർക്കും സ്വാഗതം, വണക്കം, നമസ്കാരം. പാസ്റ്റർ ടിനു ജോർജിൻ്റെ യേശുവിനെ എനിക്ക് പേടിയാണ്, ഭയമാണ്. ഓർക്കുമ്പോൾ നടുങ്ങിപ്പോവുകയാണ്. സത്യമായി പറഞ്ഞാൽ പാസ്റ്റർ ടിനു ജോർജിൻ്റെ യേശുവിനേക്കാൾ എനിക്ക് സംഘപരിവാറിനോടാണ് കുറച്ചുകൂടെ അടുപ്പം തോന്നുന്നത്. അതിൻ്റെ യുക്തി എന്താണ്, കാരണം എന്താണ് എന്ന് ഞാൻ അല്പം ഒന്ന് വിശദീകരിക്കാൻ പോവുകയാണ്. പക്ഷേ അതിന് മുൻപ് ആമുഖമായി ഒരു യാഥാർത്ഥ്യം ഏറ്റവും ലളിതമായും കഴിയുമെങ്കിൽ ശക്തമായും വ്യക്തമാക്കുക എൻ്റെ ആവശ്യവും കടമയുമാണ്. ഞാനത് നിർവഹിച്ചുകൊള്ളട്ടെ. ഞാൻ ഇപ്രകാരമുള്ള വ്യക്തികളെയും സംഭവങ്ങളെയും പരിഗണിക്കുന്നത് എനിക്ക് അവരിൽ വ്യക്തിപരമായി എന്തെങ്കിലും താല്പര്യമോ അവരോട് ഏതെങ്കിലും വിധത്തിലുള്ള എതിർപ്പോ ചുരുക്കോ അസൂയയോ ഒന്നും ഉണ്ടായിട്ടല്ല. ഞാൻ ഇങ്ങനെയുള്ളവർക്ക് ഒരു ചില്ലിക്കാശിൻ്റെ പ്രാധാന്യം കൽപ്പിക്കുന്ന സാധ്യത പോലുമില്ല. പിന്നെ എന്തുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ കേന്ദ്രീകരിച്ചു എന്ന് തോന്നാവുന്ന വിധത്തിൽ വീഡിയോകൾ ഉണ്ടാക്കുകയും നിങ്ങളുമായി പങ്കിടുകയും ചെയ്യുന്നുവെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ലളിതമാണ്. അത് ഇപ്രകാരമാണ്. രോഗലക്ഷണങ്ങൾ ശ്രദ്ധിക്കുക. ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കുന്ന ആളുകളുടെ ഒഴിച്ചുകൂടാനാവാത്ത കടമയാണ്. നമ്മുടെ പ്രധാനപ്പെട്ട കരുതൽ, നമ്മുടെ താല്പര്യം രോഗലക്ഷണങ്ങളിലല്ല എങ്കിലും ഒരു സമൂഹത്തിൻ്റെ, ഒരു വ്യക്തിയുടെ, ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ആരോഗ്യത്തെപ്പറ്റി നമുക്ക് വേണ്ട വിധത്തിലുള്ള കരുതലും താല്പര്യവും ചുമതലബോധവും ഉണ്ടെങ്കിൽ ആ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്, അവ നമ്മെ എന്താണ് വിളിച്ചറിയിക്കുന്നത് എന്നത് തിരിച്ചറിയുവാനുള്ള ഒരു പ്രാവർത്തികമായ ആവശ്യമുണ്ട്. എ പ്രാക്ടിക്കൽ നെസസിറ്റി. അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നത്. അല്ലാഞ്ഞാൽ ഇവയെ ഒന്ന് പരാമർശിക്കുന്നത് പോലും തികച്ചും ലജ്ജാകരമാണ് എന്ന ഒരു നിലപാടാണ് എനിക്കുള്ളത്. ഏതായാലും ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചിരിക്കുന്ന ആശയം നിങ്ങളുമായി പങ്കിടുവാൻ ശ്രമിക്കട്ടെ. ടിനു ജോർജിൻ്റെ യേശുവിനെ ഓർക്കുമ്പോൾ എനിക്ക് ഭയമാണ്. കാരണം ഈ യേശുവിന് യാതൊരു ധാർമ്മിക ബോധവുമില്ല. ഈ യേശുവിന് പണം 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 എന്നല്ലാതെ മനുഷ്യർ എന്ന യാതൊരു ചിന്തയുമില്ല. പണം കൊടുക്കുന്നതിൽ എന്തെങ്കിലും ഒരു വൈമനസ്യം കാണിച്ചാൽ, അല്ലെങ്കിൽ പണം ഒഴുകി വരുന്നതിന് തടസ്സം വരുന്ന വിധത്തിൽ അറിഞ്ഞോ അറിയാതോ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ, മിണ്ടിയാൽ, ഈ യേശു പെട്ടെന്ന് ശപിക്കുകയും, അത് രണ്ട് വിധത്തിലാണ് ശാപം. ഒന്ന്, നിങ്ങളുടെ പ്രോസ്പെറിറ്റി ക്യാൻസൽ ചെയ്ത് കളി. അത് പാസ്റ്റർ ടിനുവിൻ്റെ റെക്കമെൻഡേഷനിൽ കൂടെയാണ്, എന്നാലും ചെയ്യേണ്ടത് യേശു തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം പാസ്റ്റർ ടിനു ജോർജിനല്ല, യേശുവിന് തന്നെയാണ്. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ചുമതലയിലിരിക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് ശുപാർശ ചെയ്യുന്നു. ഇപ്പം ഞാനൊരു കോളേജിൻ്റെ ചുമതലയിലിരുന്നു. ആരെങ്കിലും ഒരു ശുപാർശയുമാൻ്റെ അടുത്ത് വരികയാണ്, ഇന്ന കുട്ടിക്ക് മാർക്കില്ലെങ്കിലും അഡ്മിഷൻ കൊടുക്കണം,
മാർക്കുള്ള ഒരു കുട്ടിയെ ഒന്ന് ഒഴിവാക്കി മാർക്കില്ലാത്ത കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കണം എന്ന് പറഞ്ഞ് ഞാനത് ചെയ്താൽ അതിൻ്റെ ഉത്തരവാദി, അന്യായം മുറ്റി നിൽക്കുന്ന ആ പ്രവൃത്തി ഞാൻ ചെയ്താൽ അതിൻ്റെ ഉത്തരവാദി ഇത് റെക്കമെൻഡ് ചെയ്ത ആളല്ല, ഞാൻ തന്നെയാണ്. ആ തത്വം വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ പ്രോസ്പെറിറ്റി ക്യാൻസൽ ചെയ്ത് കളയും, അല്ലെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് ദുരിതം ഒഴിഞ്ഞു പോകാത്ത വിധത്തിൽ ദുരിതത്തിൻ്റെ കൊടി നിങ്ങളുടെ വീടിൻ്റെ മുകളിൽ കെട്ടും എന്ന ഈ രണ്ട് പ്രവൃത്തി മാത്രമേ ഈ പാസ്റ്ററുടെ യേശുവിന് അറിയാവൂ എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തമായി നാം മനസ്സിലാക്കുമ്പോൾ ഈ പാസ്റ്ററുടെ, ടിനോ ജോർജ് എന്ന പാസ്റ്ററുടെ യേശുവിന് ഒരേ ഒരു വികാരം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ മനുഷ്യരിൽ ഉളവാക്കാവുന്ന ഒരേ ഒരു വികാരത്തിലെ അദ്ദേഹത്തിന് താല്പര്യമുള്ളൂ. അതെന്താണ്? ഭയം. ഭയം ഭയപ്പെടുത്തിയാണ് നിങ്ങളെക്കൊണ്ട് നിങ്ങളുടെ പോക്കറ്റിൽ കൈയിടിക്കുകയും നിങ്ങളുടെ ഇല്ലാത്ത പൈസ പോലും ഈ യേശു ടിനോ ജോർജിന് വേണ്ടി വാങ്ങിക്കുകയും പിടിച്ചു പറിക്കുകയും ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം, ഇത് ടിനോ ജോർജിൻ്റെ മാത്രം അഭ്യാസമല്ല, ക്രിസ്തീയ ആത്മീയ ഗോളത്തിൽ ഉടനീളം പ്രവർത്തിക്കുന്ന ഒരു പൊതുവായ മർമ്മമാണ് ഇത് എന്നതുകൊണ്ട് ഇതിനെപ്പറ്റി കുറച്ചുകൂടെ ബോധമുണ്ടാകുകയും ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താണ്, നിജസ്ഥിതി എന്താണ് എന്നതിനെപ്പറ്റി വ്യക്തമായ ഒരു ധാരണ നമ്മുടെ ഇടയിൽ ഉണ്ടാകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇതിൻ്റെ ആത്മീകമായ എന്താണ് പറയുന്നത്, ചട്ടമ്പിത്തരം എന്ന വാക്ക് ഉപയോഗിക്കാൻ പറയും. ഇതിൻ്റെ ആത്മീകമായ ചട്ടമ്പിത്തരം മനസ്സിലാകണമെങ്കിൽ ഒരു സമാനമായ സാഹചര്യം പരിശോധിച്ചാൽ മതി. നിങ്ങൾ രാത്രിയിൽ യാത്ര ചെയ്യുന്നു, വിജനമായ സ്ഥലത്തൂടെ യാത്ര ചെയ്യുന്നു എന്ന് വിചാരിക്കും. നിങ്ങളുടെ കയ്യിൽ ഒരു ബാഗുണ്ട്, ആ ബാഗിൽ പണമുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കള്ളൻ നിങ്ങളുടെ പണം തട്ടിപ്പറിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. അവൻ്റെ കയ്യിൽ ഒരു കഠാരയുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബാഗും അവൻ്റെ കയ്യിൽ കഠാരയും. നിങ്ങളുടെ ബാഗിൽ പണവും അവൻ്റെ മനസ്സിൽ അതിമോഹവും. ഈ ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ ബാഗിലുള്ള പണം സ്വന്തമാക്കാനായി മാത്രം താല്പര്യപ്പെട്ട് നിങ്ങളെ സമീപിക്കുന്ന ആ കള്ളൻ പ്രയോഗിക്കുന്ന ആ മർമ്മം എന്താണ്? നിങ്ങളെ ഭയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്രകാരം നിങ്ങളെ ഭയപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾ വിട്ടുകൊടുക്കുകയുള്ളൂ. സ്വമനസാലെ നിങ്ങളുടെ ബാഗിലിരിക്കുന്ന പൈസ മുഴുവനും നിങ്ങൾ ഒരു കള്ളന് കൊടുക്കുകയില്ല. അപ്പോൾ നിങ്ങളെ ഭീഷണിപ്പെടുത്തി നിങ്ങളുടെ കയ്യിലുള്ള പൈസ മുഴുവനും സ്വന്തമാക്കാനായി കടന്നു വരുന്ന കള്ളൻ നിങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്ന ആയുധമാണ് ഭയം എന്നത്. ആ ഭയം ഉളവാക്കുന്നതിന് വേണ്ടി അവൻ്റെ കയ്യിലുള്ള ഉപകരണമാണ് കഠാരി. ഇത് വ്യക്തമായി ധരിക്കുമെങ്കിൽ പാസ്റ്റർ ടിനോ ജോണിൻ്റെ കയ്യിലുള്ള ഒരു കഠാരി, ആ കഠാരിയുടെ പേരാണ് യേശുക്രിസ്തു. ആ കഠാരിയായ യേശുക്രിസ്തുവിൻ്റെ പേരിലാണ് നിങ്ങളുടെ പ്രോസ്പെറിറ്റി അദ്ദേഹം ക്യാൻസൽ ചെയ്ത് കളയുന്നത്. ഇപ്പോൾ ക്യാൻസൽ ചെയ്ത് കളയുന്നത്. ഇപ്പോൾ നിന്നെ കുത്തും 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 എന്ന് കള്ളൻ പറയത്തില്ല, ഇതിപ്പോൾ കുത്തും എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ പാസ്റ്റർ ടിനോ അവൻ്റെ
യേശു. നമ്മളറിയുന്ന യേശു അല്ല, ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മളറിയുന്ന യേശുവും പാസ്റ്റർ ടിനു ജോണിൻ്റെ യേശുവുമായിട്ട് കുലബന്ധം പോലുമില്ല, മലബന്ധം പോലുമില്ല. അപ്പോൾ ആ യേശു എന്ന കഠാര കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ ലാഭത്തിന് കോട്ടം വരുത്തിയാൽ കുത്തും. കുത്തും. യേശു എന്ന കഠാര എൻ്റെ കയ്യിലുണ്ട്, കുത്തും. ഇതാണ് പരിപാടി. എന്നാൽ ഈ കഠാരയ്ക്ക് ഇരുവായ്ത്തലയുള്ള കഠാരിയാണ്. ഇവിടം കൊണ്ട് കുത്തിയാൽ നിൻ്റെ പ്രോസ്പെറിറ്റി ക്യാൻസലായി പോവും. മറ്റിടം കൊണ്ട് കുത്തിയാൽ നിൻ്റെ കുടുംബത്തിൽ നിന്ന് അരിഷ്ടത ഒരിക്കലും വിട്ടുമാറുകയില്ല. അത്ര വിശിഷ്ടമായ കഠാരയാണ് ഈ പാസ്റ്റർ ടിനുവിൻ്റെ യേശു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ ഇനിയും നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇത് വളരെ പ്രത്യേകമായി മനസ്സിലാക്കണം. സുഹൃത്തുക്കളെ, 2 കൈയും കൂപ്പി ഞാൻ നിങ്ങളോട് പറയുന്നത്, യേശുവിനെ ഇപ്രകാരം ദുരുപയോഗം ചെയ്യുന്ന ഒരു സാഹചര്യം പാസ്റ്റർ ടിനു ജോർജിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. യേശുവിൻ്റെ മാർഗത്തെ ഒരു സംഘടിത മതമായി രൂപീകരിക്കപ്പെട്ട ശേഷം അതിനെ ഉപജീവന മാർഗമാക്കി തരം താഴ്ത്തി തങ്ങളുടെ സന്ധിപ്പിനും തങ്ങളുടെ അധികാരത്തിൻ്റെ ദൃഢീകരണത്തിനും വേണ്ടി യേശുവിൻ്റെ നാമം ദുരുപയോഗം ചെയ്യുന്ന എല്ലാ പുരോഹിതന്മാരുടെയും സമീപനത്തിൽ ഈ ഭീഷണിയുടെ അംശമുണ്ട്. അതിൻ്റെ തോത് ഏറിയും കുറഞ്ഞുമിരിക്കും, ഞാൻ സമ്മതിക്കുന്നു. എല്ലാ പുരോഹിതന്മാരും എൻ്റെ സഭയ്ക്കെതിരെ ഇങ്ങനെ ചെയ്താൽ എൻ്റെ പ്രോസ്പെറിറ്റി ക്യാൻസൽ ചെയ്യും എന്നൊന്നും പറയുന്നില്ല. പക്ഷേ തീർച്ചയായും ഇത്രയും പറയും, സൂക്ഷിച്ചോണം എന്ന് പറയും. സൂക്ഷിച്ചോണം. ദശാംശം തന്നില്ലെങ്കിൽ എന്നെ ബിഷപ്പൂർ കോളേജിൽ പഠിപ്പിച്ച ഇപ്പോൾ 80-85 വയസ്സുള്ള ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന എൻ്റെ ടീച്ചർ 2 വർഷങ്ങൾക്ക് മുൻപാണ് എന്നോട് പറഞ്ഞത്. അവർ CSIയിലാണ്. അച്ഛൻ പറഞ്ഞു അവരോട്, പള്ളിക്ക് കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ ആശുപത്രി പോയി കിടന്നത് ഡോക്ടർക്ക് കൊടുക്കേണ്ടി വരും. അതും പാസ്റ്റർ ടിനു ജോർജിൻ്റെ കഠാരയുടെ മറ്റൊരു മിന്നലാണ് എന്നത് നാം മനസ്സിലാക്കണം. എൻ്റെ ഒരു ഉത്തമ സുഹൃത്ത് വിദേശത്ത്, അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യമാണ്. ഒരു സഭ അവിടെ ആ രാജ്യത്ത് ആ സഭയുടെ ബിഷപ്പിന് ഒരു കൊട്ടാരം പണിയണം. അതിന് ഓരോരുത്തർക്കും അതിൻ്റെ ചിലവ് വീതിച്ച് കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന 10 ലക്ഷം രൂപയാണ്. 10 ലക്ഷം രൂപ. അപ്പോൾ അത് പിരിക്കാനായി വന്നപ്പോൾ അദ്ദേഹം അല്പം വൈമനസ്യം കാണിച്ചപ്പോൾ പറഞ്ഞു, ചത്താൽ കുഴിച്ചിടം അതിനൊരു ഇടം വേണമെന്ന് മറന്നു പോകരുത് എന്ന് പറഞ്ഞു. സഭ ചോദിക്കുന്ന ആ ഡോളർ, പൗണ്ട് സ്റ്റെർലിംഗ്, ഡോഷ്മാർക്ക് അതുപോലെ എണ്ണിക്കൊടുത്തില്ലെങ്കിൽ നിന്റെ ശവത്തോട് ഞങ്ങൾ കാണിച്ചു തരാം എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഇതിന് അനേക രൂപങ്ങളും ലയങ്ങളും താളങ്ങളും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഒരു സഭയുടെ, ഒരു പുരോഹിതൻ്റെ, ഒരു മെത്രാൻ്റെ, ഒരു സുവിശേഷ വേലക്കാരൻ്റെ, ഒരു ക്രിസ്തീയ ആൾ ദൈവത്തിൻ്റെ തനി സ്വഭാവം നിങ്ങൾക്കറിയണമെങ്കിൽ പണത്തോടെ ഒന്ന് തൊട്ട് കളിച്ചാൽ മതി. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, നിങ്ങൾ ദയവായി മനസ്സിലാക്കണം. നിങ്ങൾ സുവിശേഷം ശ്രദ്ധ വെച്ച് വായിക്കുമെങ്കിൽ യേശുവിനെ കൊന്നേ മതിയാകുകയുള്ളൂ എന്ന യഹൂദ പുരോഹിത വർഗം ഒരു തീരുമാനത്തിലെടുക്കുവാൻ അതിനിയും അല്പം പോലും വൈകിക്കൂടാ, ഉടനെ തന്നെ അത് നിർവഹിക്കണം എന്ന് കട്ടായം പിടിക്കാനുള്ള പ്രധാനപ്പെട്ട സംഭവം എന്തായിരുന്നു? യേശു യെരൂശലേം ദേവാലയത്തിൽ കടന്നു ചെല്ലുകയും ദേവാലയത്തോട് തോളുരമ്പി നിന്ന ചന്ത, അമിത ലാഭമുണ്ടാക്കുന്ന ചന്ത, വിശ്വാസികളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത്
പുരോഹിത വർഗത്തിൻ്റെ പണക്കൊഴുപ്പിന് വേണ്ടി അധർമ്മം പ്രവർത്തിക്കുന്ന ചന്ത അതിനെ ചോദ്യം ചെയ്തു. പുരോഹിതവർഗത്തിൻ്റെ വരുമാനത്തെ ഒന്ന് തൊട്ടപ്പോഴാണ് അവനെ കൊന്നുകളയണം എന്നവർ തീരുമാനിച്ചു. ഇത് പാസ്റ്റർ ടിനോ ജോർജിൻ്റെ മാത്രം പ്രശ്നമായി നിങ്ങൾ കാണരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് അദ്ദേഹത്തോട് യാതൊരു വിധത്തിലുള്ള വ്യക്തിപരമായ എനിക്ക് അദ്ദേഹത്തെ അറിഞ്ഞുകൂടാ. പാസ്റ്റർ ടിനോ ജോർജ് ആണാണോ പെണ്ണാണോ പോലും എനിക്കറിയേണ്ട കാര്യമില്ല. മനുഷ്യനാണോ മൃഗമാണോ എനിക്കറിയേണ്ട കാര്യമില്ല. പക്ഷെ എൻ്റെ ശ്രദ്ധ ഈ പ്രതിഭാസത്തിലാണ്, യാഥാർത്ഥ്യങ്ങളിലാണ്, വ്യക്തികളിലല്ല. വ്യക്തികളുടെ പ്രവർത്തനങ്ങളിൽ കൂടെയും പ്രസ്താവനകളിൽ കൂടെയും വെളിപ്പെട്ടു വരുന്ന ചില യാഥാർത്ഥ്യങ്ങൾ അത് ജനങ്ങൾക്ക് വരുത്തുന്ന ഭീകരമായ നഷ്ടവും കഷ്ടവും അധപ്പതനവും എന്നെ നന്നേ മഥിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ശബ്ദിക്കുന്നത്. ഞാൻ ഒരു യൂട്യൂബറല്ല, ആരെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് വന്നവനുമല്ല. യാഥാർത്ഥ്യങ്ങൾ ജനം തിരിച്ചറിഞ്ഞാൽ മാത്രമേ, സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് വിടുതലുണ്ടാകുകയുള്ളൂ എന്ന് പറഞ്ഞത് ഞാനല്ല, നസ്രയനായ യേശുവാണ്. ഞാൻ ആരാധിക്കുകയും എൻ്റെ ജീവൻ്റെ വെളിച്ചവുമായ നസ്രയനായ യേശുവാണ്. അതുകൊണ്ട് ഈ ഒരു മർമ്മത്തിൽ കൂടെയാണ് എല്ലാ മതങ്ങളും പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും ഒരു മതത്തിൽ നിന്ന് പണം ഒന്ന് മാറ്റിവെച്ചാൽ പിന്നെ മതം ഉണ്ടാവില്ല, സംശയിക്കേണ്ട. എന്നാൽ പണം കയറിയാൽ ആത്മീയത നശിച്ചു പോകും, പണം ഇല്ലാതായാൽ മതവും നശിച്ചു പോകും. ഇതാണ് വ്യത്യാസം. ഇത് തിരിച്ചറിഞ്ഞേ മതിയാകുകയുള്ളൂ. ജനത്തിന് മതം കൊണ്ട് നഷ്ടവും അബദ്ധവും, ആത്മീയത കൊണ്ട് ഉദ്ധാരണവും വളർച്ചയും നിർവൃതിയും ഉണ്ടാകും. ഈ വ്യത്യാസം നാം മനസ്സിലാക്കണം. നാം ജനിച്ചപ്പോൾ മുതലേ മതം മാത്രമേ നാം കണ്ടുള്ളൂ. അത് അടിമത്വത്തിലേക്കുള്ള വഴിയാണ് എന്ന് യേശു പറഞ്ഞു. താൻ ബദ്ധിതരെ വിടുവിപ്പാനായി വന്നു, അത് മതത്തോടുള്ള അടിമത്വത്തിൽ നിന്നുള്ള വിടുതലാണ് എന്ന് ഇന്നു വരെയും നമുക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അതിനുള്ള ധൈര്യമില്ല. അപ്പോൾ ഇത് ഒരു ഒന്നാം തരം കൊള്ളയാണ്, ഡെക്കോയിറ്റിയാണ്, ഓർഗനൈസ്ഡ് ഡെക്കോയിറ്റിയാണ് മതം. നിങ്ങൾക്ക് നിങ്ങളുടെ സഭ കൽപ്പിക്കുന്ന വില നിങ്ങളുടെ പണത്തിൻ്റെ കൊഴുപ്പിനെ മാത്രം ആശ്രയിച്ചായിരിക്കും. നിങ്ങൾ എത്ര നല്ലവനാണെന്ന് പറഞ്ഞാലും, എന്തെല്ലാം മേന്മ നിങ്ങൾക്ക് അവകാശപ്പെടാനുണ്ടെങ്കിലും, ഒരു പുരോഹിതൻ്റെയോ മെത്രാൻ്റെയോ കണ്ണിൽ നിങ്ങൾക്ക് യോഗ്യതയുണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നല്ല പൂത്ത പണം ഉണ്ടായിരിക്കണം. എന്ന് മാത്രവുമല്ല, വളരെ മനസ്കയായി അങ്ങോട്ട് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ പ്രോസ്പെറിറ്റി ക്യാൻസലാകും. അത് പല വിധത്തിലാകും. ആശുപത്രി കിടക്കേണ്ടി വരും, അല്ലെ പാണ്ടി ലോറി കയറും, അല്ലെങ്കിൽ മക്കൾക്ക് കിട്ടേണ്ട ജോലി കിട്ടിയില്ലെന്ന് വരും, പെമ്മക്ക് നല്ല വരനെ കിട്ടിയില്ലെന്ന് വരും, എന്നൊക്കെ എന്തെല്ലാം ഭീതികളാണ്. കൊടുത്താൽ എല്ലാം ശരിയാണ്. അപ്പോൾ പണക്കൊതിയനായ ഒരു യേശുവിനെ മാത്രമേ സഭയും സാക്ഷീകരിക്കുന്നുള്ളൂ എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ഇപ്പം നമ്മുടെ സഭ ഈ തത്വം അനുസരിച്ച് പ്രവർത്തിച്ച് വലിയ പണക്കൊഴുപ്പുണ്ടാക്കിയാൽ നമുക്കത് വലിയ സന്തോഷമാണ്. കേരളത്തിലെ 100-ൽ 100 ക്രിസ്ത്യാനിക്കും എൻ്റെ സഭ സമ്പത്തുള്ള സമ്പത്താണ് എന്ന് പറയുന്നതിൽ അഭിമാനമാണ്. എങ്ങനെയാണ് ഈ സമ്പത്ത് സമ്പാദിച്ച് വെച്ചുകൊണ്ടേ ഇരിക്കുന്നത് നമുക്കറിയാം. നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് യൂട്യൂബിൽ കിടക്കുന്ന പല വീഡിയോകളും. ഓർത്തഡോക്സ് സഭയിലെ ഒരു അച്ഛൻ 100 രൂപ 150 രൂപ വിലയുള്ള യേശുവിൻ്റെ ഒരു പടം ലേലം ചെയ്ത് 1,50,000 രൂപ ഉണ്ടാക്കുമ്പോൾ അവനെ കൈയടിയാണ്. അവൻ അടുത്ത മെത്രാനായി ഉയർത്തപ്പെടും. അതാണ് അവൻ്റെ യോഗ്യത. ഞാൻ പഠിച്ച ബിഷപ്പ് മൂർ കോളേജ്, അവിടെ ഒരു അധ്യാപികയെ നിയമിക്കുമ്പോൾ കൈക്കൂലി കൊടുക്കണം. ഭീമമായ കൈക്കൂലി കൊടുത്തെങ്കിലേ. അതില്ലാതെ എങ്ങനെയാണ് സഭ നടത്താൻ ഒക്കുന്നതെന്നാണ് ആൾ എന്നോട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്തെല്ലാം യോഗ്യതയുണ്ടായാലും, നിങ്ങൾ എത്ര വലിയ സ്കോളറാണെങ്കിലും, നിങ്ങൾക്ക് അധ്യാപക വൃത്തിയോട് എത്രമാത്രം താല്പര്യവും പ്രതിഷ്ഠയും ഉണ്ടായാലും,
നിങ്ങൾ ഏറ്റവും നല്ല ഒരു അധ്യാപകനോ അധ്യാപികയോ ആകാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാലും നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ മെത്രാന് കൈക്കൂലി കൊടുത്തേ മതിയാകുകയുള്ളൂ എന്ന അവസ്ഥയാണ് നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നത് എങ്കിൽ അപ്രകാരമുള്ളൊരു സംവിധാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന മെത്രാനും പാസ്റ്റർ ടിനു ജോർജും തമ്മിൽ എന്താണ് വ്യത്യാസം? രണ്ടുപേരും തോക്ക് നിങ്ങളുടെ തലയിൽ വെച്ചിട്ടല്ലേ നിങ്ങളുടെ പൈസ പിടുങ്ങുന്നത്. പാസ്റ്റർ ടിനു ജോൺ അവൻ്റെ കഠാര, മെത്രാൻ അവൻ്റെ കയ്യിൽ കഠാരയുണ്ട്. നിനക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വേണോ? നിനക്ക് ജോലി വേണോ? എൻ്റെ കയ്യിൽ കഠാരയുണ്ട്, വെക്കടാ പൈസ എന്ന് പറയും. അപ്പോൾ ഇതുകൊണ്ട് മാത്രമാണ് ഈ കച്ചവടം നടക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് വളരെ വിഖ്യാതനായൊരു ബിഷപ്പ് ധർമ്മരാജ റസാലം, അദ്ദേഹത്തിൻ്റെ സഭയിലെ ആളുകൾ തന്നെ പരസ്യമായി വിളിച്ചുകൊണ്ട് നടന്നത് അധർമ്മരാജ് എന്നാണ്. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ ദക്ഷിണ കേരള മഹായിടവകയുടെ അധിപനായിരുന്നു. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ മോഡറേറ്ററായിരുന്നു. കാരക്കോണം മെഡിക്കൽ കോളേജിൽ അർഹതയില്ലാത്തവർക്ക് അഡ്മിഷൻ തരാമെന്നും പറഞ്ഞ് 8 കോടി രൂപ ഓടി നടന്ന ആളുകളിൽ നിന്ന് പുള്ളി പിടുങ്ങി. അഡ്മിഷൻ വന്ന് പറഞ്ഞു ഗോപി അടച്ചോളാൻ പറഞ്ഞു. അത് കേസായി. രാഷ്ട്രീയ സ്വാധീനം ഉള്ളത് കൊണ്ട് പോലീസ് തൊടത്തില്ല. അത് ഒരു സംഭവം, അത്തരത്തിൽ 16 ക്രിമിനൽ കേസാണ്. അദ്ദേഹവും ഈ കഠാര കൊണ്ട് നടക്കുന്നത്, യേശു എന്ന കഠാര കൊണ്ട്, പാസ്റ്റർ ടിനു ജോർജിൻ്റെ യേശു എന്ന കഠാരയില്ലേ, അതുകൊണ്ട് നടക്കുന്നൊരു വ്യക്തിയാണ്. സംശയമുണ്ടോ? ഈ യാഥാർത്ഥ്യമാണ് നമ്മുടെ 4 ചുറ്റും നാം കാണുന്നത്. പക്ഷെ ഇതിനെപ്പറ്റി ആളുകൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രയാസവുമില്ല, ചിന്തയുമില്ല. എന്ന് മാത്രവുമല്ല, ഇതിനെ പരാമർശിക്കുമ്പോൾ എന്താണ് പ്രതികരണം? അയ്യോ, മലന്ന് കടന്ന് തുപ്പരുത്, മലന്ന് കടന്ന് തുപ്പരുത്. അത്ര മാത്രം സന്മാർഗബോധമേ നമുക്കുള്ളൂ. ഇതേത് യേശുവാണ്? നിങ്ങൾ ഏത് യേശുവിൻ്റെ കാര്യം പറയുന്നു? അപ്പോൾ ഇതുകൊണ്ട് ഇതൊരു വ്യാപകമായ, വളരെ അധികം ഞെട്ടലുണ്ടാക്കേണ്ട ഒരു യാഥാർത്ഥ്യത്തിൻ്റെ ഒരു മഞ്ഞുമലയുടെ ഒരു അഗ്രം മാത്രമാണിത്. ഇത് പാസ്റ്റർ ടിനു ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രം അവിടെ നടന്ന് ആളുകളെ പോക്കറ്റ് അടിക്കുന്നു, അല്ല കൊങ്ങാക്കി പിടിച്ച് അവൻ്റെ പൈസ പിടുങ്ങുന്നു. അതല്ല ഇവിടുത്തെ ഇഷ്യൂ, അതല്ല സത്യം. അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിൽ ഈ കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്നു, മറ്റുള്ളവർ അവരുടെ സ്റ്റൈലിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. സമൂഹത്തിൻ്റെ നന്മയ്ക്കും ഭാവി തലമുറകളുടെ മേന്മയ്ക്കുമാണ് ഞാൻ കോളേജ് നടത്തുന്നതെന്ന് നെഞ്ചത്ത് കൈവച്ച് അവകാശം പറയാനുള്ള ഒരു സഭ കേരളത്തിലുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കാം. പണക്കൊതി കൊണ്ടല്ലാതെ ഹോസ്പിറ്റൽ നടത്തുന്ന ഒരു സഭ ഇവിടെയുണ്ടോ? ഞാൻ ചോദിക്കാം. നാം ഏത് സഭയാണ് ഏറ്റവും കൂടുതൽ ബഹുമാനത്തോടുകൂടെ കാണുന്നത്? ഏറ്റവും പണക്കൊഴുപ്പുള്ള. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ദൃശ്യമായ ക്രിസ്തീയ സംരംഭം എന്താണ്? 2 സഭകൾ തമ്മിലുള്ള ഒരിക്കലും അവസാനിക്കാത്ത ദ്വന്ദ്വ യുദ്ധമാണ്, ഓർത്തഡോക്സ് യാക്കോബ്. അതിൻ്റെ സാരാംശം എന്താണ്? പണക്കൊതി മാത്രമാണ്. ഒരു സഭ മറ്റൊരു സഭയുടെ വസ്തുവും സ്ഥാപനങ്ങളും സ്വത്തും മുഴുവനും പിടിച്ചെടുക്കുക. അതിനൊരു വിധി കിട്ടിയിട്ടുണ്ട്. വിധിയാണ് അവിടെ നിധി. അതും പാസ്റ്റർ ജോർജും കഠാരയും തമ്മിൽ എന്താണ് വ്യത്യാസം? പണത്തോടുള്ള കൊതി അല്പമൊന്ന് മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ നീതി നടത്തുവാൻ എനിക്ക് കടമയുണ്ട്. ഞാൻ യേശുവിൻ്റെ പേരെടുത്ത് യേശുവിൻ്റെ ഇടയൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു. ആ ഇടയൻ ആടുകളെ ശുശ്രൂഷിക്കുന്നു എന്നൊക്കെ പറയും. ഞാൻ നല്ല ഇടയൻ്റെ വഴിയെ നടക്കുന്നതാണെന്നൊക്കെ പറയുന്ന ഞാൻ, നിങ്ങളുടെ നീതിബോധം പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിബോധത്തെ കടക്കുന്നില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായും സത്യമായും സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് അസന്നിഗ്ധം പ്രഖ്യാപിച്ച യേശുവിൻ്റെ നാമത്തിൽ
പ്രവർത്തിക്കുന്ന ഈ വ്യക്തികൾ അല്പം പണക്കുതി അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ദൈവനീതിയെ മുൻനിർത്തി ഈ ഒരു പ്രശ്നത്തെ ഞങ്ങൾ കൈകാര്യം ചെയ്യും, ഇതിനൊരു പരിഹാരം കണ്ടെത്തും എന്ന് പറയുവാൻ മനസ്സുള്ള ഒരു വ്യക്തിയെ കാണിക്കാം. ഇതിപ്പോൾ ഓർത്തഡോക്സ് സഭക്കാരെ യാക്കോബ സഭക്കാരേക്കാൾ മോശമെന്നല്ല ഞാനീ പറയുന്നത്. ഇപ്പോൾ ഓർത്തഡോക്സ് സഭയ്ക്ക് പകരം യാക്കോബ സഭയ്ക്ക് ഒരു വിധി കിട്ടിയെന്നിരിക്കട്ടെ. നിങ്ങൾ പോയി ഓർത്തഡോക്സ് സഭയുടെ മുഴുവനും സ്വത്ത് അവരതെടുക്കും. അവരിപ്പോൾ ഓർത്തഡോക്സ് സഭ എന്താണ് പറയുന്നത് അതേ ഭാഷയിൽ യാക്കോബ സഭയെ സംസാരിക്കും. അതിലെനിക്ക് അതൊരു സംശയമില്ല. കാരണം നമ്മൾ തലമുറയായി യേശുവെന്നും ദൈവമെന്നും പരിശുദ്ധാത്മാവെന്നും വചനമെന്നും ഒക്കെ പറയുമ്പോൾ ഇതിൻ്റെ എല്ലാം അർത്ഥം ഒന്ന് മാത്രമായിരുന്നു പണം 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 എന്ന് മാത്രം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരേ സമയത്ത് സേവിപ്പാൻ സാധ്യമല്ല. കാരണം പണ്ട് തൊട്ടേ ഇതാണ് രോഗം. ദൈവത്തിൻ്റെ പേര് പറയുകയും മാമോനെ മാത്രം സ്നേഹിക്കുകയും ചെയ്യുന്നൊരു സമീപനമായിരുന്നു സംഘടിതമായ മതത്തിൻ്റെ മേഖലയിൽ എപ്പോഴും ക്രിയ ചെയ്തുകൊണ്ടിരുന്നത് എന്ന യാഥാർത്ഥ്യമാണ്. അത് അന്നും ഇന്നും ഒരുപോലെ അന്വർത്ഥമാണ്. അത് നാം മനസ്സിലാക്കണം എന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ ഒന്ന് സൂചിപ്പിച്ചിട്ട് വാക്കുകൾ നിർത്താൻ പോവുകയാണ്. പാസ്റ്റർ ടിനു ജോർജിൻ്റെ കയ്യിൽ കഠാര എന്ന പോലെ അവൻ ഇറുക്കിപ്പിടിച്ചിരിക്കുന്ന ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുൻപ് യെരുശലേം പട്ടണത്തിൻ്റെ വെളിയിലുള്ള ഗോൽഗോഥ എന്ന മലയുടെ മുകളിൽ, അത് വലിയ മലയൊന്നുമല്ല, ഒരു ചെറിയ കുന്നു പോലെയാണ്, കുരിശിൽ 3 ആണിമേൽ തൂങ്ങിക്കൊണ്ട് പിതാവേ ഇവർ ചെയ്യുന്നത് എന്ത് എന്നിവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ ക്രിസ്തുവും തമ്മിൽ എന്താണ് ബന്ധം എന്ന് എന്തുകൊണ്ടാണ് ഈ കാട്ടുകള്ളൻ്റെ മുമ്പിലിരുന്ന് ഹല്ലേലൂയ സ്തോത്രം പറയുന്ന ആളുകളുടെ ഇടയിൽ ഒരു വ്യക്തി പോലും ചോദിക്കാത്ത, അതാണ് എൻ്റെ വേദന. ഇങ്ങനെ ഒരു തസ്കര വീരൻ യേശുവിൻ്റെ പേരിൽ കോടികൾ പിടുങ്ങുന്നു എന്നതല്ല എൻ്റെ പ്രശ്നം. എൻ്റെ പ്രശ്നം അവിടെ 100 കണക്കിന് 1000 കണക്കിന് ആളുകൾ ഇരിക്കുമ്പോൾ ഇത് യേശുവിനെ അപമാനിക്കുന്ന പരിപാടിയാണ്, ഇത് ന്യായമാണോ എന്ന് ചോദിക്കുവാൻ മൂളയില്ലാത്ത, മനസാക്ഷിയില്ലാത്ത, ഉത്തരവാദിത്വ ബോധമില്ലാത്ത ആളുകൾ മാത്രമാണ്. ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെ തന്നെയാണ്. ഇതാണ് നമ്മുടെ അധപ്പതനത്തിൻ്റെ അളവുകോൽ. ഇത് നാം മനസ്സിലാക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഒരു പാസ്റ്റർ ടിനു ജോർജ് തൻ്റെ ഇപ്പോഴത്തെ കച്ചവടം മതിയാക്കി അങ്ങ് അനന്തതയിലേക്ക് പ്രവേശിച്ചാൽ പ്രശ്നം അവസാനിക്കുകയില്ല. കാരണം നിങ്ങൾ ഏത് സഭയുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഏത് കൂട്ടായ്മയുമായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പരിശീലനം, ഉത്ബോധനം, മതപരമായ നിങ്ങളുടെ കാഴ്ചപ്പാട് കുറെ കൂടെ വൈകൃതമായ വിരൂപമായ രീതിയിൽ ടിനു ജോർജ് അവൻ്റെ അത്യാർത്ഥി കൊണ്ട് അവതരിപ്പിച്ച അതേ മതബോധത്തിൻ്റെ അതേ അന്തസത്ത മാത്രം ഉൾക്കൊള്ളുന്നതാണ്. ഇത് എക്കാലത്തെയും പ്രശ്നമായതുകൊണ്ടാണ് ഇയ്യോബിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞൊരു പുസ്തകം അവിടെ നമ്മുടെ വേദപുസ്തകത്തിലുള്ളത്. അവിടെ ഇയ്യോബിന്, അതായത് ദൈവം തന്നെ സാക്ഷീകരിക്കുന്ന ഇയ്യോബിനേക്കാൾ നീതിമാനായ മറ്റൊരു വ്യക്തി ലോകത്തിലില്ല എന്ന് പറയുന്നു. അവന് ജീവിതത്തിൽ കഷ്ടവും പ്രയാസവും വരുമ്പോൾ അവൻ്റെ ഭാര്യ എന്താണ് പറയുന്നത്? നീ നിൻ്റെ ദൈവത്തെ ശപിച്ച് ചത്തുകളക എന്നാണ് പറയുന്നത്. കാരണം അവളും ഇതേ പരിശീലനത്തിൽപ്പെട്ടവളാണ്. ദൈവത്തെ എന്തുകൊണ്ട് വിളിച്ചപേക്ഷിക്കണം? ലാഭമുള്ള ജോലിയാണ്. 2, അപകടം ഒഴിഞ്ഞു കിട്ടും. ദൈവത്തോട് ആർക്കും താല്പര്യം ഉണ്ടായിട്ടില്ല. ലാഭം ഉണ്ടാകണം, അപകടം ഉണ്ടാകണം. ഇത് രണ്ടുമാണ് പാസ്റ്റർ ടിനു ജോർജ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. എനിക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്താൽ നിൻ്റെ പ്രോസ്പെറിറ്റി ഞാൻ ക്യാൻസൽ ചെയ്യും. ഇപ്പോൾ പ്രോസ്പെറിറ്റി, ഞാൻ നിനക്ക് പ്രോസ്പെറിറ്റി തന്നു, അതുകൊണ്ടാണ് നീ എൻ്റെ പുറകെ വന്നത് അല്ലേ? രണ്ടാമത് പറയുന്നത്, എൻ്റെ സഭയ്ക്ക് കോട്ടം വരുന്ന എന്തെങ്കിലും പറഞ്ഞാൽ നിൻ്റെ കുടുംബത്തിൽ നിന്ന് ദുരിതം വിട്ടുമാറുകയില്ല. നീയും നിൻ്റെ കുടുംബവും ഇയ്യോബിൻ്റെ സന്തതികളായി അധപ്പതിച്ചു പോകും എന്നാണ്. ഇത് യാതൊരു മാറ്റവുമില്ല.
ഇത് എക്കാലത്തും സ്ഥിതി ചെയ്യുന്ന സാർവലൗകികമായ പാളിച്ചകളുടെ വിവിധ മുഖങ്ങളാണ്. അത് നാം തിരിച്ചറിയാനുള്ള എല്ലാവിധമായ സൂചനകളും വേദപുസ്തകത്തിലുണ്ട്. പക്ഷേ നാം ഒന്ന് മറ്റതിനോട് ഘടിപ്പിച്ച് ചിന്തിച്ചാൽ മാത്രമേ സത്യം എന്താണ് എന്നതിനെപ്പറ്റി എന്തെങ്കിലും അവബോധം നമ്മുടെ ഇടയിൽ ഉണ്ടാകുവാൻ സാധ്യമാകുകയുള്ളൂ. അപ്രകാരമുള്ളൊരു ബോധവൽക്കരണത്തിന് വഴിയൊരുക്കുവാൻ ദൈവമേ ഈ ഏഴയായ അടിയൻ്റെ വാക്കുകളും പ്രയോജനപ്പെടുത്തണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദയവായി ചിന്തിക്കണമേ, ചിന്തിക്കണമേ, ചിന്തിക്കണമേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.